പരമേരെ ഈ ചെക്കൻ എങ്ങനെ വിട്ടാ ശരിയാവോ? ആ വർക്കിച്ചന്റെ മോന്റെയും മോളുടെയും കല്യാണം ഉറച്ച് എന്റെ കയ്യിൽ നല്ലൊരു പെൺകുട്ടിയുണ്ട്. പൊന്നുണ്ടാക്കി ഇട്ടുകൊടുത്ത് കെട്ടിക്കൊണ്ടുപോകാൻ ആള് റെഡിയാ. അത്ര മിടിക്കുക. നമുക്കൊന്ന് ആലോചിച്ചാലോ? എത്ര മിടിക്കായാലും കൊള്ളാം, എനിക്ക് പുത്തം കിട്ടണം, അത് വേറെ കാര്യം. ഗ്രഹണ സമയത്ത് നീർക്കോലിക്കും വിഷം ഉണ്ടാവുന്നുള്ളത് ശരി തന്നെ. പരമേരെ ഇവനെ വിശ്വസിക്കരുത്. എല്ലാരെയും ചതിച്ച് കുഴി ചാടിക്കുവൻ. 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് ഒരു ചെകുത്താനെയാ. വൈദ്യരെ തോന്നിയാസം പറയരുത്. എത്ര നല്ല ആലോചനകളെ കൊണ്ടുവന്ന്. നിങ്ങൾക്ക് ഡോക്ടർ തന്നെ വേണം. ഡോക്ടറെയും കൊണ്ടുവന്ന് ഉള്ളിൽ കറുപ്പാണോ വെളുപ്പാണോ തുറന്നു നോക്കാൻ പറ്റുമോ? വീടും പറമ്പും പണയപ്പെടുത്തി മോളെ കെട്ടിച്ചയക്കാൻ നിങ്ങളോട് ആരെയും പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല. ഒക്കെ പോയി, കൈവിട്ടു പോയി. കടവും പലിശയും കേറി കേറി മൂക്കോളം മുങ്ങി. ചത്ത കത്തിക്കാൻ ഒരു മാവ് വെട്ടണമെങ്കിൽ കടക്കാരോട് അനുവാദം ചോദിക്കണം. കഥകളൊക്കെ ഇപ്പോഴാ അറിയണേ. അന്നറിഞ്ഞ ഞാനും സമ്മതിക്കില്ല. എന്നാലും നീ ആ തെണ്ടിയുടെ കാല് പിടിക്കാൻ പോയതിന് പകരം നിനക്ക് രക്ഷിക്കാതിരുന്നില്ല എന്റെ മോളെ. ഇവിടെ സെലക്ഷൻസ് കുറവാ. നമുക്ക് കല്യാണസാരി എറണാകുളത്തുനിന്ന് എടുക്കാം. വെള്ള ഷർട്ട് കല്യാണത്തിന് പോലെ മനസ്സമ്മതത്തിന് പോലെ കളർ ഷർട്ട് ഇട്ടൂടെ? വേണ്ട, ഇത് മതി. ഞാനൊരു കൃഷിക്കാരനല്ലേടാ, ഒന്ന് ഇട്ട് നോക്കാം. എവിടെയാ ഡ്രസ്സിംഗ് റൂം? കുറച്ച് തുണിയെടുക്കാൻ വന്നത്. വിവാഹമാണോ? എന്റെ അല്ല, ജോസിന്റെ റോസയുടെ മനസ്സമ്മതം ഈ ഞായറാഴ്ച. കഥകളിലെ നായികമാരെ പോലെ അല്ലാത്ത ആരെയും രമേശിനെ കണ്ടെത്താൻ പറ്റിയില്ലേ? എന്നോട് ഇപ്പോഴും പുച്ഛമാണല്ലേ? ഇല്ല, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. എന്റെ ഭർത്താവിനെ അപേക്ഷിച്ച് നിങ്ങൾ വലിയവനാണ്. എന്നോടൊപ്പം എന്റെ സ്വത്തുക്കളെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിഞ്ഞു. സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചിലതൊക്കെ എനിക്കറിയാം. പലരും പറഞ്ഞ് കേട്ടിട്ട് എന്ത് തോന്നി? സഹതാപം തോന്നിയോ? കുറ്റബോധം തോന്നി. ആരെയും അധികം വിഷമിപ്പിക്കരുതെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. പോട്ടെ. രമയല്ലേടാ അത്? ഞാൻ രാമവൈദ്യരെ കുറ്റം പറയും. പണ്ടൊരു കഥ പറയും. ഈ ആന പിണ്ട വിടുന്ന കണ്ട് ആള് പിണ്ട വിടരുതെന്ന്. അതിമോഹങ്ങൾ എപ്പോഴും ഇങ്ങനെ വരും. അവളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദിത്വം തോന്നും. പിന്നെ ഒലക്കേടെ മൂട്. വിധിയാണടാ വിധി. നീ പള്ളി പോയിട്ടെന്താ പെട്ടെന്ന് തിരിച്ചു പോന്നത്? ഇനിയിപ്പോ ദൈവവും പള്ളിയൊക്കെ ആർക്ക് വേണമല്ലേ? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ജോസേട്ടാ, രമ മരിച്ചു. എങ്ങനെ? എങ്ങനെയാണാവോ? ആളുകൾ പലതും പറയുന്നുണ്ട്. മരിച്ചതാണെന്നും അതല്ല കൊന്നതാണെന്നും കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ രാമബദ്ധയുടെ മോള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരിക. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചാണെന്നാ പറയുന്നത്.
എത്തിയെന്ന് തോന്നുന്നു. രമേശ, നമുക്ക് പോയെന്ന് കാണണ്ടടാ. വേണ്ട, എനിക്ക് കാണണ്ട.